തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കല്ലുച്ചിറ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് പ്രവർത്തന ഫണ്ടിന്റെ ഉദ്ഘാടനം നടന്നു. കല്ലുച്ചിറ സമരസമിതി സംഘടിപ്പിക്കുന്ന റംസാൻ കിറ്റ് പ്രവർത്തന ഫണ്ടിന്റെ ഉദ്ഘാടനം 2026 ഫെബ്രുവരി 8 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കല്ലുച്ചിറ സമിതി ചെയർമാൻ കെ എ ഷഫീഖിന്റെ വസതിയിൽ വെച്ച് സംഘടിപ്പിച്ചു. കൗൺസിലർ റാഷിദ ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ കല്ലുച്ചിറ സമരസമിതി നമ്മുടെ റംസാൻ കിറ്റ് പ്രവർത്തന ഫണ്ടുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഞാൻ ഇതിൻ്റെ സംഘാടകർക്കുള്ള ആശംസകൾ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ കല്ലുച്ചിറ റോഡുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് അനുകൂലമായി വിധി വന്നിട്ടുണ്ട്. അതിന് ഇനി ബോർഡ് വെക്കുന്നതിന് വേണ്ടി എന്നേക്കാൾ പ്രോഗ്രാം കൺവീനർ ആഷിഖ് അബു ആനച്ചാൽ സ്വാഗതം പറഞ്ഞു. കല്ലുച്ചിറ സമരസമിതി ചെയർമാൻ കെ എ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഉദ്യോഗസ്ഥൻ വി ജോയി ഫണ്ട് വിതരണം ചെയ്തു. CPMLC അംഗം ഹനീഷ് മനിക്കൽ, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ആശംസകൾ നേർന്നുകൊണ്ട് കല്ലുച്ചിറ സമരസമിതി രക്ഷാധികാരി വാഹിദ് ആനച്ചാൽ, ഷൗക്കത്ത് അലി, കൺവീനർ റംഷാദ്, പൗരസമിതി KB റഷീദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഓരോ മതങ്ങൾ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രത്യേക പരിഗണനകൾ. ഇപ്പം നമുക്കറിയാം, ശബരിമലയിൽ പോകുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്, മലയാറ്റൂർ പോകുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്, ഹജ്ജ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. അപ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ആഹ്വാനം കൂടിയായിട്ടാണ് വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരം പൊതുപരിപാടികൾ വർദ്ധിച്ചു വരുന്നതെന്ന് നാം മനസ്സിലാക്കണം. തുടർന്ന് കല്ലുച്ചിറ സമരസമിതി ട്രഷറർ ലുക്മാൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.